ട്വിൻസാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ഓ ഇനി എല്ലാ സാധനവും രണ്ടെണ്ണം മേടിക്കണമല്ലോ എന്ന്. ഡ്രസ്സ് മേടിക്കുക, ഷൂ മേടിക്കുക, അതൊക്കെ മേടിക്കുക. പക്ഷേ ഈ കളിപ്പാട്ടങ്ങൾ രണ്ടെണ്ണം മേടിക്കണേൽ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. ഒരെണ്ണമായാലും ഇരുന്ന് കളിക്കട്ടെ ഞാനങ്ങോട്ട് വിചാരിച്ച്. പക്ഷേ അതിലൊരു കാര്യമുണ്ട് ഗൈസ്. കാരണം ഒരാൾ എടുക്കുമ്പോൾ അടുത്ത ആൾക്ക് തന്നെ വേണം. അപ്പോൾ ഭയങ്കര അടിയും ബഹളമൊക്കെ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കളിപ്പാട്ടം മേടിക്കുന്നതായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലത്. അത് എവിടെയെങ്കിലും വെറുതെ കിടക്കണായിരിക്കും. പക്ഷേ എങ്കിലും ഒരാൾ എടുത്തു കഴിയുമ്പോൾ അടുത്ത ആൾക്ക് അത് എന്തായാലും വേണം. ഒരാൾ അതിൻ്റെ അഴിച്ചുപണിയൊക്കെ നടത്തി പകുതി എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ അടുത്ത ആൾ അത് കണ്ട് പുറകെ വന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? അത് കൊടുക്കാൻ അവന് സമ്മതിക്കില്ലല്ലോ. അപ്പോൾ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞടിയാം. ഇന്നിപ്പോൾ ഇതേ ബെൽറ്റ് ചേച്ചിയുടെ ബെൽറ്റ് വെച്ചാണ്ട് കളി. അത് വേണ്ട, അതും അടുത്തതേ പോണ പോക്കാണ് കാണുന്നത് അടി ഉണ്ടാക്കാനായിട്ട്. അടുത്തത് ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണത്തിനെ കൊണ്ടുവന്നിരുത്തി. പക്ഷേ എന്തൊക്കെയോ പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ അടിയായിട്ടുണ്ട്. എന്തോ ഒന്നുമില്ല, വലിയ കാര്യങ്ങളൊന്നുമില്ല. വെറുതെ കിടന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുക, കരയാ, ബഹളം ഉണ്ടാക്കുക, നമ്മുടെ അടുത്ത് വരെ നമ്മൾ എടുക്കതൊക്കെ തന്നെ. പിന്നെ ഈ ഒരു കാര്യമുണ്ട് ഗൈസ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. വെറുതെ ഇരുന്ന് ഇങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് കരയുമ്പോഴല്ല നമുക്ക് കിളിയും കിളിക്കൂടും പാറും. പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ, ചിലപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇരിക്കും നടക്കണത്. പക്ഷേ നമ്മൾ ആ സമയമാകുമ്പോഴേക്കും പിള്ളേർ കരയണ്ടല്ലോ എന്ന് ഓർത്ത് വേഗം എടുത്ത് ഒക്കത്ത് ഇരുത്തി ഞങ്ങൾ കൊണ്ടുപോകും. ഒറ്റയ്ക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ല. കണ്ടില്ലേ മയത്തിലും പിടിച്ച് കയറുക, പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ ഇരുന്ന് കളിക്കുക, അതൊക്കെ ഓക്കെ ആണ്. രണ്ടുപേരും തമ്മിൽ യാതൊരു കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് ഒരുമിച്ച് ഇരിക്കുന്ന സമയത്തായിരിക്കും ഇവർ തമ്മിൽ യാതൊരു കോംപ്രമൈസ് ഇല്ലാത്തതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരുമിച്ച് ഇരുത്താണ്ട് അവിടെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.